അയ്യപ്പാ എന്താ വിളിച്ചേ? വാ പറയാം. ഞാനിങ്ങനെ ആലോചിക്കുക, ഞാനൊരു ദിവസം നാട്ടിൽ ഒരു വിളക്കിന് പോയി വന്നപ്പോൾ ഈ കനാലില്ല. കനാലില്ലേ? അല്ല, കനാല് വന്ന് അത്രയ്ക്ക് പെട്ടെന്നാണ് ഈ കനാലിന്റെ ഉത്ഭവം. നമ്മൾ അയ്യപ്പനെ സമ്മതിക്കണം. അയ്യപ്പനെ അല്ല, ഷെയ്ഖ് മുഹമ്മദിനെ. മൂപ്പരാണല്ലോ ഈ രണ്ട് കടലും കൂടി കൂട്ടി യോജിപ്പിച്ച് ഈ കനാല് സിറ്റിയിൽ നടുക്ക് കൂടി കൊണ്ടുവന്നത്. ഇത് പറയാനാണോ നീ ഇപ്പൊ എങ്ങോട്ട് വിളിച്ചത്? അല്ല, അതല്ല, അത് പറയാനല്ല. പിന്നെ നമ്മളെ ദിമിത്രി ഉണ്ടല്ലോ, ആ അനസ്തേഷ്യ വെച്ച് ഒരു ആഡ് ഷൂട്ട് ചെയ്തു. എന്റെ മറ്റേ ഫ്രണ്ടാണ് ഡയറക്ഷൻ. ആര്? പോത്തില്ലേ? പോത്തോ? അല്ല, പോത്തൻ. എടാ, ഇപ്പൊ അയാളെ വിളിക്കാൻ നിൽക്കണ്ട. അയാൾ ആരെങ്കിലും ആയിട്ട് നല്ല കുറുകളിലായിരിക്കും. ഏതെങ്കിലും കുട്ടികളുണ്ടാവുമല്ലോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 7 months. 7 മാസം കൊണ്ട് ഡിവോഴ്സ്. എനിക്ക് അപ്പോഴേ അവന്റെ മോന്ത കണ്ടപ്പോഴേ നമ്മൾ ഫ്രോഡ് ആയിരിക്കുന്നു. സാറിന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാന്നും അടിപൊളി കപ്പിൾസാന്നൊക്കെ അല്ലേ? എലിസബത്ത്, ഇപ്പൊ കല്യാണത്തിന് വരുന്നവർക്കും വിഷ് ചെയ്തിട്ട് പോകുന്നവർക്കും അങ്ങനെയല്ലേ വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിഷ് ചെയ്യുന്ന സെറ്റപ്പ് എല്ലാം നന്നാവണം നിർബന്ധമുണ്ടോ? എലിസബത്ത് വിഷമിക്കണ്ട. ഫോൺ. ഹലോ. ഹലോ. ജോപ്പാ, നീ എവിടെ ഉള്ളേ? ഒന്ന് കാണാൻ പറ്റുമോ? എടാ, ഇന്ന് പറ്റത്തില്ലടാ. ഇന്ന് എനിക്കൊരു വളരെ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടോണ്ടിരിക്കുക, അത് പരിഹരിച്ചോണ്ടിരിക്കുക. ഇന്ന് നീ എന്നെ നോക്കണ്ട. നാളെ നീ എവിടാന്ന് പറഞ്ഞാൽ മതി, ഞാൻ നാളെ വരാം. ശരി, എന്നാ ഞാൻ നിന്നെ നാളെ വിളിക്കാം. ശരിയോ? ശരി, ഓക്കേടാ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലേ, എന്റെ ഒരു ഫ്രണ്ടാ. എന്താ ഇന്ന് ഇത്ര വലിയ സീരിയസ് പ്രശ്നം? എലിസബത്തിന്റെ പ്രശ്നം. അത് കഴിഞ്ഞുള്ളൂ എനിക്ക് എന്ത് പ്രശ്നവും. എലിസബത്ത് വിഷമിക്കണ്ട. അയ്യാൻ പറ്റിയോ? കഴിക്കും, മെൽറ്റാവും. എവിടെ ആയിരുന്നടാ ഇതുവരെ? എന്റെ പൊന്ന് ജോപ്പ, ഒന്നും പറയണ്ട. ഒരു ജീവിത പ്രശ്നം. എടാ, നമ്മുടെ മറ്റേ ആടില്ലേ, ഞാൻ ചെയ്ത ബ്യൂട്ടി സോപ്പിന്റെ അതിൽ പെണ്ണിച്ച പെണ്ണില്ലേ, എടാ നമ്മുടെ തിരുവല്ലക്കാരി കുഞ്ചാന്റെ മോൾ എലിസബത്ത്, അവളവിടെ കെട്ടിയവനെ ഡൈവേഴ്സ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ട്. അവൾ ആകെ ഡെസ്പായിരുന്നു. ഞാൻ സമാധാനിപ്പിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അവളോടൊപ്പം സ്പെൻഡ് ചെയ്തു. അവളിപ്പോ ഹാപ്പിയാ. നൗട്ട് ഈസ് ഓക്കെ. എടാ, നിനക്കിട്ട് പണിതിട്ടാണ് ദിമിത്രി ആട് പിടിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനത് ചെയ്തത്. ഞാൻ നല്ല കാശ് ചോദിച്ചു, അയാൾ തരികയും ചെയ്തു. എടാ, ഇതൊക്കെ ഒരു ബിസിനസ്സിൽ, അതാ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അങ്ങ് എടുത്താൽ മതി. ഞാനും അങ്ങനെ കരുതിയിട്ടുള്ളൂ. വി ആർ ഓൾ പ്രൊഫഷണൽസ് ഹിയർ. അത് വിടെ. എങ്ങനെ പോകുന്നു നിന്റെ ലൈഫൊക്കെ? കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. നിന്റെ മോൻ കണ്ടറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. എടാ, നീ എന്നെ കണ്ടോ? എന്റെ യൂസാറിന്റെ കുട്ടികൾ എന്താന്ന് എനിക്കറിയോ? എടാ, ഞാൻ ധാരാളം സുന്ദരികളായ പെൺകുട്ടികളെ വെച്ച് ആടും ഫിലിമും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാലും എന്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസമാ. എടാ, അവള് തരുന്ന വിശ്വാസമാണ് എന്റെ ശക്തി, എന്റെ എനർജി. എടാ, അത് വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമല്ല. പിന്നെ ഓ, പട്ടി. ആ പട്ടിയല്ലേ, അതിനെ നീ മൈൻഡ് ചെയ്യണ്ട. എടാ, എന്റെ വീട്ടിലുണ്ടൊരു പട്ടി. എടാ, നിന്റെ വീട്ടിലെ പട്ടിയെ പോലല്ല, ഇതെന്റെ ശത്രുവാ, എന്റെ ജന്മശത്രു. എന്തായാലും ഞാൻ ഈ ഒരാഴ്ച മുഴുവൻ ദുബായിലുണ്ട്. ഞാൻ ആദ്യം നിന്റെ വീട്ടിലോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് നിന്റെ ശത്രുവിനെ ഒന്ന് കാണട്ടെ. പിന്നെ നീ നിന്റെ ഭാര്യയോട് കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിക് ആവണം. എടാ, പലപ്പോഴും നമ്മുടെ ഒരു തലോടന് കിട്ടാത്തോണ്ടാ പല ഭാര്യമാരും ബോറടിച്ച് വഴിതെറ്റി പോകുന്നത്. പിന്നെ നിങ്ങളുടെ മറ്റേതൊക്കെ എങ്ങനെയാ? എന്ത്? ഡിങ്കോൾഫി. അതൊക്കെ നടക്കുന്നുണ്ട്. ചുമ്മാ നടത്തിയിട്ട് കാര്യമില്ല. എടാ, ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കണം. നിന്റെ ഭാര്യ നീ എന്താണെന്ന് അറിയണം. ആ അറിവിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ ഈ പട്ടി എന്നല്ല ഒരു പട്ടി അവള് മൈൻഡ് ചെയ്യില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ വീട്ടിൽ, നിന്റെ ബെഡ്റൂമിൽ നിന്റെ ഭാര്യ നിന്റെ കുട്ടിയും മാറോട് ചേർത്ത് താരാട്ട് പാടി അവനെ ഉറക്കുന്നത്. Hi, I am Valsama Washington Retriever. ഇത് മിസ് ജാൻസി വെറ്റലക്കാരന്റെ വീടല്ലേ? അല്ല, ഇത് ജിമ്മി ജോൺ അടക്കക്കാരന്റെ വീടാ. മിസ് ജാൻസി അല്ലേ ഇത്? യെസ്. Hi. Nice to meet you. You are very beautiful. Thank you. And pretty girl. Thank you. Thank you. വരൂ. വരൂ. Come. 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 കൊള്ളാം. ഞങ്ങൾ ഇത്തവണ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് മിസ് ജാൻസിയാണ് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഡോഗ് ഷോയ്ക്ക്. എന്ത് ഷോ? ഡോഗ് ഷോ. Get lost. എന്താ ചെയ്ത്? എഴുന്നേറ്റ് പോ നാളെ. എഴുന്നേറ്റ് പോ. തള്ള. You know, I am Valsama Washington Retriever.
ഡ്രൈവർ. അതുകൊണ്ട് നിങ്ങളൊരു ഡോഗ് ഷോ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ തള്ളമാരും ഇവിടുന്ന് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയണി ഞാൻ കാണിച്ചതാരാന്ന് അയ്യോ, അയ്യോ, ഓടിക്കോ. മേളിങ്ങനെ തോന്നുന്നു. ഒരുത്തരെ ഈ ഏരിയ കണ്ടോരു എടാ പ്രാന്തോ, അങ്കമാലി മീൻ മാർക്കറ്റിൽ വന്നാ മതിയുടെ ഈ വത്സം ആരാ നിനക്ക് കാണിച്ചോടാ ഞാൻ. So dangerous. ഇത് മാറി തള്ളേ. ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഏത്? ഈ പട്ടിയുടെ കാര്യം ദേ, പട്ടിയല്ല ജിമ്മി. കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കണ്ടോ ഒന്നും കാണാനില്ല. തൽക്കാലം ഒരു പ്രശ്നമില്ല. ഇല്ലേ ഒരു പ്രശ്നമില്ലേ പിന്നെന്താ നീ അവിടെ ഇരുന്നേ. അല്ല ഈ പട്ടിയുടെ അല്ല മിസ്റ്റർ ജിമ്മിയുടെ കാര്യം. മിസ്റ്റർ ജിമ്മി ഞാനാടാ ആ പുള്ളിക്കാരന്റെ കാര്യം ജിമ്മി പുറത്തുണ്ട്. അവൻ പാവാ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഷോ. വേണ്ട കണ്ടവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് എന്നോട് വേണ്ടട്ടാ എടാ നീ എന്ത് ഭാവിച്ച ഏയ് വീടടാ ജിമ്മി മോനെ എന്നടാ കുക്കുടോ ഊടൂടോ. എടാ സൂക്ഷിച്ച് എന്തോ ഇതിനെയാണോടാ? ഓ മോനോ I told you. He's very much friendly. ബൈ ബൈ. എന്ത് ശാന്തമാണ്. നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ മാടമ്പള്ളിയിലെ ചിത്തരോഗി മറ്റാരുമല്ല. നീയാണോ നീ? ഞാനോ? എടാ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവൻ സമാധാനത്തിന്റെ വെള്ളരി പട്ടിയാടാ. വെള്ളരി പട്ടി. മിണ്ടരുത്. മോനെ ജിമ്മിച്ചാ നീ വികൃതിയൊക്കെ നിർത്തി നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ആ തലയാട്ടി വന്നേ. എടാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അവനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഹീസ് വെരി നൈസ് ഫെലോ. കുട്ടികളുടെ മനസ്സാ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യണം. നീ അവനോട് കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറണം. മതവിളകി ഒറ്റക്കൊമ്പനെ വരെ സ്നേഹം കൊണ്ട് നിലക്കി നിർത്താം. സ്നേഹം മരുഭൂമിയിൽ ഒരു മഴ പോലെ. സത്യം മഴത്തുള്ളിയേ. കുറച്ചു നേരം കൂടി നിന്നാലേ അവൻ നിന്റെ തലയിലെ അപ്പിയിട്ട് തരും. നിന്റെ സമാധാനത്തിന്റെ വെള്ളരി പട്ടി. സോറി, എന്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി. സാമാനത്തിന് വളർത്തുന്നു. Hey, hey, Joe! Joe! ഓടിക്കുന്നവനെ നിക്കണം. നിന്നെ പാട്ടി